ഇപ്പോഴും ഞാൻ അതിൻ്റെ ഒരു ഷോക്ക് മാറിയിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ ചില നിമിത്തങ്ങൾ, ചില വിശ്വാസങ്ങൾ, ഇതൊക്കെ നമ്മൾ ഓർക്കുക. വെച്ചാൽ ഈ സാധാരണ നമ്മൾ വണ്ടി പോകുമ്പോൾ ഫ്രണ്ട് സീറ്റിലാണ്, ഞാനൊക്കെ ഫ്രണ്ട് സീറ്റിലങ്ങ് ഇരിക്കും. അങ്ങനെ യാത്ര പോകുമ്പോഴേക്ക് ഈവൻ അന്നത്തെ ദിവസം എന്ത് ചെയ്താൽ ഫ്രണ്ടിൽ നിന്ന് മാറില്ല. ഇപ്പം ചിത്താന്തം പിടിച്ച് കയറിയിരിക്കുന്ന പോലെ അവിടെ സീറ്റിലിരിക്കുക. ഭക്ഷണം കഴിക്കാനിറങ്ങി അപ്പോഴും പുള്ളി ഓടി വന്ന് ഫ്രണ്ടിലിരിക്കുക. അങ്ങനെ അങ്ങോട്ട് പോയപ്പോഴത് തന്നെ തിരിച്ചു വന്നപ്പോഴും ആ വണ്ടി കയറാൻ ഫ്രണ്ടിലിരിക്കുക. അത് ചോദിച്ചു മേടിച്ച പോലെ. എൻ്റെ ഈ സുതിക്ക് ഇവിടെ ഇങ്ങനെ ഇത് കാണാം, ഇവിടെ ഒരു കുഴി, അവൻ്റെ കറക്റ്റ് സ്ഥലത്ത് ഇവിടെ ഒരു കുഴി. ഇപ്പം അത് എൻ്റെ മുഖത്ത്. അന്നത്തെ ദിവസം അവൻ്റെ ഒരു പെർഫോമൻസും ഒരു ആത്മാർത്ഥത, എന്തോ സംഭവിക്കാൻ പോകുന്നൊരു ഫീല് നമുക്ക് അന്നൊക്കെ അങ്ങനെ തോന്നി. എന്തോ തോന്നിച്ചതായിരിക്കാം എന്തോ. പക്ഷേ ഇപ്പോഴും എനിക്ക് അതിൻ്റെ ആ ഷോക്ക് മാറിയിട്ടില്ല. കാരണം ഫ്രണ്ടിലിരിക്കുമ്പോൾ അവൻ മകേഷ് കുഞ്ഞുമോൻ, ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ പുള്ളി ഇല്ലായിരുന്നു ഞങ്ങളുടെ കൂടെ. തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പം അവൻ വന്നിച്ച് ഞാൻ വരും നിങ്ങളുടെ കൂടെ, തമാശ പറഞ്ഞ് എറണാകുളം വരെ എത്താലോ എന്നും പറഞ്ഞ് അവന് വേറെ വണ്ടി ഉണ്ടായിരുന്നു. അവൻ വന്നിട്ട് ഞങ്ങളുടെ കൂടെ കയറി ഇരിക്കുക. കുറേ സമയങ്ങൾ ഞങ്ങൾ തമാശകളൊക്കെ പറഞ്ഞ് തമാശകൾ കേട്ട് അവൻ ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഉറങ്ങാമെന്നും പറഞ്ഞ് കിടക്കുക. ഞാൻ അറിഞ്ഞേയില്ല, വണ്ടി ഇടിച്ചത് ഞാൻ അറിഞ്ഞില്ല. ഒറ്റ ഇടിക്കാൻ എൻ്റെ ബോധം അങ്ങ് പോയി. ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ഈ സൈഡിൽ നിന്നങ്ങ് ഇടിച്ചിട്ട് ഇവിടെ ഒരു കുഴി പോലെയായിരുന്നു. അങ്ങനെ ബോധമൊക്കെ പോയി. പിന്നീടാണ് ഞാൻ വണ്ടി ഇടിച്ച എൻ്റെ ചിന്ത വേറെ ഏതോ ഫസ്റ്റ് തന്നെ ഷൂട്ടിംഗ് ആണോ നോക്കിയത്. ഈ മറ്റേ ഫ്രണ്ട് ഗ്ലാസ്സിലേക്ക് നോക്കുമ്പോൾ ഭയങ്കര വെട്ടവും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം. അപ്പം എൻ്റെ വിചാരം വേറെ ഏതോ വണ്ടിക്ക് ആക്സിഡൻ്റ് ആയിട്ട് അവരെ രക്ഷിക്കാൻ പോയതായിരിക്കും, ഇവരെ കാണാനും ഇല്ല. അപ്പം ഞാനെന്നിട്ട് കുറച്ച് നേരം നോക്കിയപ്പോഴും ഇവരില്ല. പിന്നെ ഇവിടെ ഒരു വീക്കും കാലിനൊക്കെ വേദനയൊക്കെ ഉണ്ട്. ഞാൻ ഡോറ് തുറന്ന് പുറത്തിറങ്ങി നിൽക്കുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ആരോഗ്യം ബലമൊക്കെ അങ്ങ് പോയിട്ട് നമ്മളങ്ങ് കുഴഞ്ഞ അവിടെ അങ്ങ് ഇരുന്നപ്പോൾ ഒരാളും കൂടെ ഇവിടെ ഉണ്ട്, ഇത് പിരിച്ചേട്ടനല്ലേ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് വണ്ടി ആംബുലൻസിൽ കയറ്റുക. അവിടെയും ഇവൻ കിടക്കുക ആംബുലൻസിൽ. ഈ നമ്മുടെ സുധി അവന് ഈ ചങ്കിൻ്റെ ഭാഗത്ത് എന്തോ ഒരു ഭാരം. അപ്പം അതുകൊണ്ട് പറഞ്ഞാൽ എടാ അതിനെ മറ്റേ ഇത് വെച്ച് ബെൽറ്റ് ഇട്ട് കെട്ടല്ലേ എന്നൊക്കെ പറയാം. അപ്പം ഞാൻ ഉണ്ടാ കിടക്കടാ, ഇത് താഴെ വീഴുന്നില്ലടാ എന്നൊക്കെ വെച്ചാൽ അപ്പോഴും എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയെന്ന് അറിയുന്നില്ല. ഞാൻ നേരെ അവിടെ ചെന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. ഞങ്ങൾ വേറെ സ്ഥലത്ത് കിടത്തേക്കണം, മകേഷിനെ എന്നെ ഡ്രൈവറേയും കൂടെ ഒരു സ്ഥലത്ത്, സുധി വേറെ സ്ഥലത്ത്. സുധി നമ്മളെ തൊട്ടടുത്തില്ല. പിന്നെ അപ്പോഴത്തേക്ക് എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് മെഡിക്കൽ ട്രസ്റ്റിലേക്ക് എന്നെ കൊണ്ടുപോകുമ്പോഴാണ് ഈ കൂട്ടുകാരൻ പറയണത് ഞങ്ങൾ മെഡിക്കൽ ട്രസ്റ്റിലേക്ക് പോവാം, സുധിയുടെ ബോഡി പേപ്പർ ഭാഗമൊക്കെ ഇങ്ങനെ ക്ലിയർ ആവാനുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഈ ഫീല് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നില്ല. നമ്മൾ വേറെ